ആഖിർ സമാനാകുമ്പോൾ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ പൊല്ലാപ്പുകളൊക്കെ കൂടുമെന്ന് കള്ളം പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 ആണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് പറഞ്ഞതായ ആ പുലർച്ച, ആ പ്രവചനം, അതതിൻ്റെ മട്ടം പോലെ പച്ചക്ക് തന്നെ പുലരുന്ന ഒരു കാഴ്ചയാണ് വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ കൺമുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങൾക്ക് ഇപ്പൊ സമ്പത്തിന്റെ കുറവൊന്നുമില്ല, രാഷ്ട്രത്തിന്റെ കുറവില്ല, ജനസംഖ്യയുടെ കുറവില്ല. ആ വിഷയത്തിലെല്ലാം മുസ്ലിങ്ങൾ ഏകദേശം ഈക്വാലിറ്റിയാണ്, ഒരുപോലെയാണ്, അല്ലെങ്കിൽ ഒരുപടി മുന്നിലാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇഞ്ച് താഴെന്ന് പറയാം. അല്ലാണ്ട് കുറേ ബാക്ക് എന്നൊന്നും പറയാനൊന്നുമില്ല. ആ വിഷയത്തിലൊന്നും ആരും പേടിപ്പിക്കാതെ കേട്ട. പക്ഷെ എന്നാലും നമ്മളെല്ലാവരും പേടിപ്പിക്കുന്നു അല്ലേ? പച്ച പാമ്പ് പോലും നമ്മെ പേടിപ്പിക്കുന്നു. കുഞ്ഞുമക്കളെല്ലാം ഒരു സൈഡിലൊക്കെ ആക്കിയിട്ട് നിങ്ങൾ എന്നെ കുറച്ച് നേരം ശ്രദ്ധിക്കും. ഇപ്പൊ തങ്ങൾ എത്ര മണിക്ക് വരും? 10:30. അപ്പൊ 10:30 ആയിട്ടായില്ലേ? ഏതായാലും തങ്ങൾ വരുമ്പോൾ നിർത്തണമല്ലോ അല്ലേ? തങ്ങൾ വന്നതിന് ശേഷം പിന്നെ വേറെ ഒരു അതവ് കേടല്ലേ, മഹാന്മാരല്ലേ? നിയമം പാലിക്കുന്നതിനേക്കാളും മുന്നേ പാലിക്കപ്പെടേണ്ടതാണ് അതവ്. അത് നമ്മൾ മുന്നേ പഠിച്ചോളൂ. ബഹുമാനം എന്നത് വലിയൊരു കാര്യമാണ്. ഉമ്മ മരിച്ചെങ്കിലും മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് മോനാണ് അല്ലെ? ഏറ്റവും വലിയ അഹത്ത് അയാൾക്കാണ്. എന്നാലും മോനെക്കാളും മോന്റെ ഉസ്താദ്, വലിയ പണ്ഡിതനായ ആള്, അല്ലെങ്കിൽ സയ്യിദായ തങ്ങളായ ഒരു മഹാനായ ബഹുമാനിക്കപ്പെടുന്ന ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ മോൻ നിൽക്കണമെന്ന ഈ നിയമത്തിനേക്കാളേറെ മുന്തിക്കപ്പെടേണ്ടത് ബഹുമാനിക്കപ്പെടുന്ന ആളെ നിർത്തിയിട്ടുള്ള ആ ബഹുമാനം പാലിച്ചുകൊണ്ടാണ്. മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം. പരിശുദ്ധമായ ദീനിന്റെ പ്രമാണം അങ്ങനെയാണ്. ബഹുമാനം എന്നത് വലിയൊരു കാര്യമാണ്. ബഹുമാനിക്കപ്പെടേണ്ടവരുടെ മുമ്പില് ആരും മസിൽ പിടിക്കണമെന്നില്ല. അവിടെ മസിൽ ദമ്മല്ല, അളക്ക. ആയി വേണ്ടി പോലെ ആക്ക. നിങ്ങൾ ഇരിക്കി, നിങ്ങൾ ഒന്ന് കുറച്ചു നേരം എന്നെ കേക്കി, വിഷയം കേക്കി. 11:00 നിങ്ങൾ കഴിവതും തങ്ങ വരുമ്പോൾ കുറച്ച് ലേറ്റാക്കിയെങ്കിൽ അത് കണക്കൊരു റാഹത്ത്. അവർ വന്നിട്ട് ഇരിക്കുമ്പോൾ വലിയവരെല്ലാം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് എന്ത് നിങ്ങൾ ചെല്ലെങ്കിൽ ഞങ്ങൾക്കത് മുന്നക്ക് പോവാൽ. ഓക്കെ ഇൻഷാ അല്ലാഹ്. 11:30 മണിയായെങ്കിൽ മോശമൊന്നുമില്ല ബ്യാണൊന്നുമല്ല ഞാൻ ചെല്ലിയേ. നിങ്ങൾ ദുവാരക്കെന്നെങ്കിൽ ഞങ്ങൾക്ക് എന്താ പേടി? നിങ്ങളെ ദുവാ ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പേടിക്കണമെന്നില്ല. ദുവാ ഉണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ട്. നിങ്ങളെ ദുവാ ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ്. ദുആ എല്ലാവർക്കും ആവശ്യമാണ്. എന്നെ പോലത്തോന് ഏതായാലും ആവശ്യമാണ്. അല്ലാഹു തആല നല്ലവരുടെ ദുആകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്ത് ഞാൻ പറഞ്ഞേ? നിങ്ങൾ ഇരുന്നൊന്ന് സഹകരിക്കണം എന്നെ. നിങ്ങൾ ഇടക്കിടക്ക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ കഴിയാ. അല്ലെങ്കിൽ ക്ലിപ്പ് 30 സെക്കൻഡിൻ്റെ എല്ലാം വരാൻ തുടങ്ങിയിട്ടായിരുന്നു. എന്തും ഉണ്ടാകുന്നില്ല ഇപ്പോൾ വായി തുറന്നിട്ട് പോട്ടെ. അല്ല മീറൊന്നും മടക്കാതെ കേട്ട ഇനി മടിക്കാൻ പോകുന്നില്ലേടാ. ഞാൻ പറഞ്ഞ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യില്ലല്ലോ. അതെ, അത് കഴിഞ്ഞു. ഏതായാലും അൽഹംദുലില്ലാഹ് വർത്തമാന കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ വളരെയധികം ഭയവിഹ്വലരായ ഒരു പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ, എല്ലാവരെയും പേടിച്ചു നടക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ളൊരു ദുരവസ്ഥ, ഇതൊരു കേവലം ഒരു അവസ്ഥ അല്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ദുരവസ്ഥ. ഈ ദുരവസ്ഥ ലോകത്ത് സംജാതമാകുമെന്ന് 1400 ആണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ ഗുരു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. യൂഷിക്കുൽ ഉമമു അൻ തദാ അലൈക്കും. നിങ്ങളെ എല്ലാവരും കൈവക്കുന്ന ഒരു കാലം വരും. എന്റെ ഉമ്മത്തീങ്ങളെ എല്ലാവരും കൈവക്കും. എന്റെ ഉമ്മത്തീങ്ങളെ മേലെ എല്ലാവരും കയറും. എന്റെ ഉമ്മത്തീങ്ങളെ എല്ലാവരും നോട്ടാക്കും. എന്റെ ഉമ്മത്തീങ്ങളെ താടി പ്രശ്നമാകുന്ന കാലം, എന്റെ ഉമ്മത്തീങ്ങളെ പെണ്ണുകിടാക്കളെ സ്കാർപ്പ് പ്രശ്നമാകുന്ന കാലം, എന്റെ ഉമ്മത്തീങ്ങളെ താടി വെച്ചാ പ്രശ്നമാകുന്ന കാലം, എന്റെ ഉമ്മത്തീങ്ങളെ മിണ്ടിയാൽ പ്രശ്നമാകുന്ന കാലം, എന്റെ ഉമ്മത്തീങ്ങളെ റെയിൽവേ സ്റ്റേഷനിലെ പള്ളിയിൽ കയറി നിസ്കരിച്ചാ പ്രശ്നമാകുന്ന കാലം. ഇങ്ങനെ എല്ലാം കൊണ്ടും എന്റെ സമുദായത്തെ മൊത്തവും പേടിപ്പിക്കുന്ന, ആക്രമിക്കുന്ന, ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാലം എന്റെ സമുദായത്തിന് വരും കേട്ടോ. ഏതുപോലെ അറിയാമോ? കമാ തദാലകലതു അലാ കസാതിഹാ. വിശന്നവർ
നല്ലോണം വിശന്നവർ, നല്ലോണം വിശന്നവർ, നല്ലോണം വിശന്നവർ, നല്ലോണം വിശന്നവർ. നാളെ ഇതിന്റെ ക്ലിപ്പും വരും കേട്ടാ. നിങ്ങൊന്നും ബേജാറാണ്ട, എനിക്കില്ലാത്ത ബേജാറ് നിങ്ങൾക്ക് എന്തിനേ സാരില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം എന്തറിയോ, നമ്മൾ ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ്. നമ്മളിൽ വലിയ അമലും ഇബാദത്തൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടുക എന്നത് സാധുക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കല്ല ചെയ്ത് ഏറ്റവും വലിയൊരു ഭാഗ്യം. അത് നമ്മൾ ആരും അർജിട്ടിട്ട് കിട്ടിയതല്ല. ഇത് ഈ രണ്ടാൾക്കുമുള്ള ഈ ഒരു ചാൻസ്, സാധുവായ എനിക്ക് നിങ്ങൾക്ക് നന്മ ഉപദേശിക്കാനും നല്ലവരായ നിങ്ങൾക്ക് ഈ നന്മ ഇരുന്ന് കേൾക്കാനുമുള്ള ഈ ഒരു അവസരം, ഇത് ഞങ്ങളാരും അല്ലാഹുവിന്റെ മുമ്പിൽ കോപ്പി അരിച്ചിട്ടിട്ട് കിട്ടിയ ചാൻസ് അല്ല. മേലായ റബ്ബിന്റെ വലിയൊരു ഫضലാണ്. അവൻ തന്ന വലിയൊരു ഫضലാണ്. അവൻ ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു മരണം വരെ നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഹക്ക് പോലെ പറയാൻ, അത് മുഖം നോക്കാതെ പറയാൻ, പറയുന്നത് മുഴുവനും സ്വന്തം ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവരോടത് പകർത്താൻ വേണ്ടി ഉപദേശിക്കാൻ നല്ലവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് വലിയൊരു ഇബാദത്താണ്. ഇത് വലിയൊരു ആരാധനയാണ്. ഇത് വലിയൊരു കൂലിയുള്ള ഒരു വിഷയമാണ്. അല്ലാഹ്ക്കേറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യക്രമമാണ്. ഇവിടെ ഇരുന്നിട്ട് പിന്നെ എപ്പോ വന്നേ എപ്പോ പോന്നേ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ നിങ്ങൾ എല്ലാം മറന്നിട്ട് എൻ്റെ കൂടെ വേണം. നല്ല പോലെ ശ്രദ്ധിക്കണോ. ഈനൊരു മര്യാദയുണ്ട്, ഈനൊരു അദബുണ്ട്, ഈനൊരു ബഹുമാനമുണ്ട്. അല്ലാഹുവിന്റെ വലിയന്റെ നോട്ടത്തിലാ ഞാനും നിങ്ങളും. അവർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ആത്മീയ ലോകത്ത് വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഔലിയാക്കൾ ആത്മീയ ലോകത്തിൽ നിന്നിട്ട് കാണാൻ അവർ ഇവിടെ തന്നെ കിടക്കണമെന്നില്ലല്ലോ. ലോകത്തിന്റെ ഏത് കോണിലായാലും, ആകാശ ലോകത്തായാലും, ഭൂമലോകത്തായാലും, ഭൂമി ലോകത്തായാലും, അഭൗതിക ലോകത്തായാലും, അഗോചര ലോകത്തായാലും, അദൃശ്യ ലോകത്തായാലും, ഏതു ലോകത്തായാലും അള്ളാഹുവിന്റെ മഹാന്മാർ ലോകത്തെ മുഴുവനും കാണുന്നവരാണ്. ഞങ്ങളെ കാണുന്നവരാണ്. ഈ ഇരിക്കുന്ന സദസ്സ് മുഴുവനും അവർ കാണുന്നവരാണ്. അവർ ആ മഹാന്മാരാണ്. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ, കൽബാകാമെന്നോവർ കുലൂബുനാരി ഫിനലായുനോ തറാമാല യറഹുന്നാളിറൂന. അവരെ കണ്ണു ഭയങ്കര 4G അല്ല, ഇതിനേക്കാൾ അപ്പുറം. അവർക്കല്ല കൊടുത്ത വലിയ കറാമത്ത് ബഹുമതിയ. അവരെല്ലാം കാണുന്ന നല്ലൊരു മജ്‌ലിസ്, അള്ളാന്റെ പരിശുദ്ധമായ പള്ളിയുടെ മുറ്റത്ത് നൂറുകണക്കിന് നല്ലവരായ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സ്, എല്ലാത്തിനേക്കാളുപരി അള്ളാനെ പറ്റി മാത്രം പറയപ്പെടുന്ന സദസ്സ്, അള്ളാന്റെ ദീന മാത്രം പറയപ്പെടുന്ന സദസ്സ്, മുസ്തഫ നബി തങ്ങൾ പറയപ്പെടുന്ന സദസ്സ്, എല്ലാം കൊണ്ടും ആദ്യം ഞങ്ങൾ ഇത് ബഹുമാനിക്കേണ്ടവരാണ്. ഇത് കുട്ടിക്കളിയല്ല. ഞമ്മക്കിപ്പോ ഉറൂസു പിന്നെ നേർച്ചം ചെല്ലെങ്കിൽ അതിന്റെ എന്ത് ഞമ്മ ഉറൂസിന് പോയിട്ട് വരാം. അവർക്ക് പോയിട്ട് വരാം. പോയിട്ട് വരാം. പോയി സമയത്തായി സമയം ഇപ്പൊ രാവിലെ ഒരു 11:30. ഇപ്പൊ പോയിട്ട് എന്താ കാര്യം? ഇപ്പൊ ഇവിടെ മിഞ്ചറുണ്ടാ, മിഞ്ചർ. പിന്നെ ഇപ്പൊ വേണ്ടി ഒരു 6 മണി. പിന്നെ മിഞ്ചർ തെറ്റുന്നോന്ന് ഞാൻ പറഞ്ഞിട്ടാ. അത്യാവശ്യം മിഞ്ചർ വേണോ? മഹാന്മാരുടെ സ്ഥലങ്ങളൊക്കെ തളിറു തോരണಗಳಿಂದ അലങ്കൃതಗೊಳಿಸುವುದು അത് വളരെ സുന്നത്തായ കാര്യമാണ്. തെറ്റൊന്നുമല്ല. പക്ഷെ അവിടൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ എന്താക്കണം, ഓവറാക്കാൻ. ഓവർ എവിടെയും പാടില്ല, ഒന്നിലും പാടില്ല. നേത്രാവതി പുഴയിലാണ് നീ ഉളെടുക്കുന്നതെങ്കിൽ പോലും 3 പ്രാവശ്യത്തിനേക്കാൾ ഏറെ കൈകാലുകൾ കഴുകൽ ശരിയല്ല എന്ന് മുസ്തഫ റസൂലുള്ളാഹി. അപ്പൊ നെഹ്റും ജാറും ചെല്ലെങ്കിൽ നേത്രാവതി പുഴ എന്ന അർത്ഥം അല്ലേ? നാളെ അത് ക്ലിപ്പ് ഒരു ദിവസം പണിയായ. അതായത് ഇഷ്ടം പോലെ തണ്ണുള്ളോടെ ഉളെടുക്കുന്നെങ്കിലും നീ എന്താ റബ്ബ 4 വട്ടം കഴുകുന്നേ? അപ്പൊ നീ കേൾക്കാൻ നിൽക്കണ്ട. 4 അല്ല 40 വട്ടം കഴുകിയെങ്കിലും തീരളവായി തണ്ണിയുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം അത് കറാഹത്താണ്. ഉളെടുക്കാൻ വേണ്ടി വഖഫാക്കപ്പെട്ട വെള്ളമല്ല എന്നാണെങ്കിൽ, സാർവജനിക വെള്ളമാണെങ്കിൽ, പൊതുവായിട്ടുള്ള വെള്ളമാണെങ്കിൽ ഉളെടുക്കുന്ന സമയം 3 പ്രാവശ്യത്തിനേക്കാളേറെ വർദ്ധിപ്പിക്കല് കറാഹത്താണ്. പാടില്ല, ഒരിക്കലും അത് അനുവദിക്കപ്പെടുന്നതല്ല. വഖഫാക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ പറയും വേണ്ട.
പിന്നെ പറയും വേണ്ട. ഏതായാലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ ദീനുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യത്തിന് വലിയൊരു ബഹുമാനമുണ്ട്. അത് നമ്മൾ കീപ്പ് ചെയ്യണം. ബഹുമാനിക്കപ്പെടേണ്ടതിനെ ബഹുമാനിക്കല, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കല, ആദരിക്കപ്പെടേണ്ടതിനെ ആദരിക്കല, ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കല. അത് ഈമാനിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. അത് ഈമാനാണ്. അവിടെ ഞാനും നിങ്ങളും വലിയ ആളാവാൻ നിൽക്കണ്ട. ഇങ്ങോട്ടൊക്കെ ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാണ് മഹാനായ ഒരു സയ്യിദാണ്. ആള് ചിലപ്പോൾ ചെറുതാണ്, പ്രായത്തിൽ ചെറുത്, എല്ലാത്തിലും ചെറുത്, ചിലപ്പോൾ പീടിയിൽ കച്ചവടാക്കുന്ന ആളായിരിക്കും, തങ്ങളാണ്, എന്നാൽ ബഹുമാനിച്ചിരിക്കണം. അത് നബി തങ്ങളെ ചോരയാ, അത് നബി തങ്ങളെ ചോര. ആ കോലത്തിലേക്ക് നോക്കണ്ട, ആ പരമ്പരയിലേക്ക് നോക്കണോ, അത് നബി തങ്ങളെ ചോരയാ. ചിലപ്പോ ആള് ആലിമാണ്, പക്ഷേ വല്ല മുണ്ടാസില്ല, വല്ല നീളം താടിയില്ല, വല്ല കോട്ടും സൂട്ടും ഇല്ല. പക്ഷെ അയാളെ കോട്ടും സൂട്ട് താടിയിലേക്കൊന്ന് നോക്കാൻ നിൽക്കണ്ട. അയാള് ഇൽമുള്ള ആളാണോ, ബഹുമാനിച്ചോ. അവിടെ നീ ദമ്മു പിടിക്കണ്ട, ശരിയല്ല. ഇപ്പൊ ഈ ആലിമിനെ കണ്ടെങ്കിൽ ബഹുമാനിക്കണോ, അല്ല ശരി തന്നെ. ആലിമിനെ കണ്ട ബഹുമാനിക്കണമെന്നല്ല, ആലിമീങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, പ്രായമുള്ളവരെ, നാട്ടിന്റെ ഇതുപോലെയുള്ള ഉത്തരവാദിത്വപ്പെട്ട വലിയവരായ നേതാക്കൾ, അവരെല്ലാം ബഹുമാനത്തിന് വലിയ അർഹതപ്പെട്ടവരാണ്. അത് അവർ ചോദിച്ചു വാങ്ങുന്നതല്ല, അത് ദീൻ അങ്ങോട്ട് വകവെച്ച് കൊടുത്തതാണ്. അവർ ആദരിക്കപ്പെടേണ്ടവരാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ മനുഷ്യന്മാർക്ക് ആക്കനെയാണ്, എന്നെ ബഹുമാനിക്കണം. ആവല്ല, ഞാൻ ആരറിഞ്ഞ, ഞാൻ ചെയർമാൻ, ഞാൻ സ്വാഗത സമിതി. ആരി നീ എന്ത് പുട്ടിന്റെ ഉള്ളിലുള്ള തേങ്ങ ഞങ്ങക്കെന്തേ? അത് നീ പറഞ്ഞിട്ട് മേങ്ങേണ്ടതല്ല ബഹുമാനം. ബഹുമാനം അങ്ങോട്ട് കിട്ടേണ്ടത്, അത് നീ അർഹിക്കുന്നതാണെങ്കിൽ നിനക്കത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് വരും. ഇപ്പൊ ചില മനുഷ്യന്മാരുണ്ട്, ഞമ്മല്ലോ നീ ഇരുന്നെങ്കിലേ, ചിലപ്പോ ഞമ്മക്കൊന്നും അറിയില്ലല്ലോ. ഞമ്മൊരു പുറം നാട്ടിലൊക്കെ പോയിട്ടാകുമ്പോൾ ഞമ്മക്കിത് ആര് എന്തെന്ന് അറിയില്ലല്ലോ. പൊതുവെ അങ്ങനെയല്ലേ. അപ്പൊ അവിടെ വന്നിട്ട് ഇരിക്കും ചില മനുഷ്യന്മാർ. എന്നിട്ട് ഇങ്ങനെ നോക്കും, ഫുഡ് കഴിക്കുമ്പോൾ നോക്കും. അപ്പൊ ഞാനും നോക്കും, ഞാനൊന്നല്ല, ഞമ്മെല്ലാം. അപ്പൊ അയാൾ പിന്നെ ഞമ്മ വേറെ ഒന്നുമില്ല, സൗണ്ടൊന്നും ഇല്ല. ഇതെന്തിനറിയോ, ഇതെന്തിനു സംഭവം പറഞ്ഞോ, ഇത് ഞമ്മ കേൾക്കണം അങ്ങോട്ട്. നിങ്ങ ആര്? അപ്പൊ ഓന് ചെല്ലണോ, ഞാൻ ആള്, ഞാൻ കുളസമിതി, ഞമ്മ കേൾക്കാൻ വേണ്ടി. അതിനാണ് ഈ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുന്നത്, ഈ ദുർബി കണ്ണില്. നിങ്ങൾ ലമീറടക്കം മടക്കണ്ട, നിങ്ങൾ അണക്കന്നെ മടക്കെങ്കിലായി. ഇരൽ കരീബി ആവൂല. അല്ല അങ്ങനെയല്ല അവന്റെ കായിക. അരത്തൊക്കെ എന്നെ മടക്കിയെങ്കിൽ പിന്നെ തർക്കമില്ലല്ലോ. നാളെ അവരെ ചെല്ലിയതാ ഓരെ ചെല്ലിയതാ ഒന്ന് പാർട്ടിയാക്കാൻ നിൽക്കണ്ടേ. എന്നെ ചെല്ലി തന്നെ കൂട്ടിക്ക. ഈ 40 കുറി 40 കുറിങ്ങളാക്കുന്നതിനെ കാട്ടി ഒരിക്കൽ ചെല്ലിയിട്ട് അങ്ങനത്തെ ഉസ്താദ്, ഞാൻ ഈടന്നെ ഉസ്താദ്, എൻ്റെ വിറാദം കുഞ്ഞു ഉസ്താദ്, ഞാൻ ഈ കുറുനാട്ടുകാരെല്ലാം കൂടി സെക്രട്ടറി ആക്കിയിട്ട് ഉസ്താദ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂലാക്കട്ടെ. അത് വലിയൊരു തൗഫീഖാണ്. അള്ളാന്റെ പള്ളിന് ചെല്ലിയിട്ടെങ്കിൽ ഇത് തീർന്നില്ലേ അതിന് നിങ്ങൾ ഈ മൂത്രത്തെ കല്ലായ പോലാക്കുന്നത് നീ അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനല്ല വേണ്ടത്. ഞാൻ എന്റെ കഥ പറയാം. എല്ലാവരും അങ്ങനെ ബഹുമാനിക്കപ്പെടേണ്ടവരുടെ ബഹുമാനം കിട്ടുന്നത് ഇങ്ങോട്ട് ചോദിച്ചിട്ടല്ല. അത് അള്ളാഹു അങ്ങോട്ട് കൊടുക്കാം, നൽകപ്പെടും. അത് അവർക്ക് നൽകപ്പെടും. അർഹിക്കുന്നതാണെങ്കിൽ നൽകപ്പെടും. അതിൽ യാതൊരു സംശയമില്ല. ഇൽമിന്റെ അഹ്ലുകാർ ബഹുമാനിക്കപ്പെടണം, മുതഅല്ലിമീങ്ങൾ ബഹുമാനിക്കപ്പെടണം, വലിയവരായ പ്രായമുള്ളവരായ ആൾമാർ ബഹുമാനിക്കപ്പെടണം, നാടിന്റെ നേതാക്കൾ ബഹുമാനിക്കപ്പെടണം, നമ്മുടെ മക്കൾക്ക് പരിശുദ്ധമായ ദീന് ചൊല്ലിക്കൊടുക്കുന്ന ഉസ്താദുമാർ ആദരിക്കപ്പെടണം. അവർ പള്ളി ജോലിക്കാരാണ്, അവർ ഉസ്താദുമാരാണ്, ആലിമീങ്ങളാണ്. എന്നാൽ തന്നെ ജോലിക്കാരാണ് എന്ന് പറഞ്ഞിട്ട് അവരെ തരം താഴ്ത്താൻ നിൽക്കരുത്. അവർ അല്ലാഹുവിന്റെ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും നല്ല ജോലിയാണത്. ലോകം കണ്ട ജോലികളെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന ജോലിയാണ് ഇന്നമാ ബുഇത്തു മുഅല്ലിമാ. ഒരു മുഅല്ലിമായിട്ടാണ് നബി തങ്ങൾ വന്നത്.
നബി തങ്ങളും ഒരു അധ്യാപകനാണ്, നബി തങ്ങളും പഠിപ്പിച്ച ഒരു ഉസ്താദാണ്. ആ നിലക്ക് ഉസ്താദുമാർ എല്ലാം കൊണ്ട് ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. പെണ്ണുങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. ഇരിക്കട്ടെ, ബഹുമാനിക്കപ്പെടേണ്ടവർ ഒരുപാടുണ്ട്. മഹാന്മാർ, അള്ളാന്റെ പള്ളികള്, പരിശുദ്ധമായ മദ്രസ കലാലയങ്ങള്, ഇതെല്ലാം ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ബഹുമാനിക്കപ്പെടേണ്ടവരെ നല്ലോണം ബഹുമാനിക്കണം. അതിനല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാ വസല മം വസല ഇല്ലാ ബിൽ ഹുരും. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ആരെയെല്ലാം അല്ലാഹു തആല ഉയർത്തിയിട്ടുണ്ടോ അവർക്കെല്ലാം അല്ലാഹു ഉയർന്ന സ്ഥാനം നൽകിയത്, ഉന്നതമായ പദവി നൽകിയത്, വലിയ വിലായത്തും കറാമത്തും ദർജയും പോസ്റ്റും നൽകിയത് അവർ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചവരാണ്, ആദരിക്കേണ്ടവരെ ആദരിച്ചവരാണ്. പൈസക്കാരന്റെ പൈസ കണ്ടിട്ട് ബഹുമാനിക്കാന്ന് കണ്ട, നല്ല മിന്നിത്തിളങ്ങുന്ന 2 തട്ടിന്റെ പൊര കണ്ടിട്ട് ഒരാളെയും ബഹുമാനിക്കേണ്ടതില്ല. അതൊന്നും ബഹുമാനത്തിന്റെ മാനദണ്ഡമല്ല. ഇൽമുണ്ടോ, ഇബാദത്തുണ്ടോ, അല്ലാഹുവിന്റെ ഭക്തിയുണ്ടോ, തഖ്വയുണ്ടോ, മുത്തുനബി തങ്ങളോട് മഹബത്തും ഇത്തിബാഉണ്ടോ, എന്നാൽ അവിടെ ബഹുമാനമുണ്ട്. അതുകൊണ്ട് ഈ സദസ്സിന് വലിയ ബഹുമാനമുണ്ട്. ഇത് നല്ലോണം ഞങ്ങൾ കീപ്പ് ചെയ്യേണ്ടവരാണ്. വയല് കേൾക്കണം, ദുആക്ക് ആമീൻ പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും പാമ്പിള നാട്ടിലെ ഉറൂസിന്റെ സമാപന പരിപാടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ അവിടെ ചന്ദന്റെ അവിടെ നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടവരാണ്. ഇവിടെയാണ് ബർക്കത്ത്, ഇവിടെയാണ് ഇജാബത്ത്, ഇവിടെയാണ് ദഅവത്ത്, ഇവിടെയാണ് റഹ്മത്ത്. ഉസ്താദെ ചന്ത ഇനിയിപ്പോ മസാല ഞങ്ങൾ കേൾക്കും. പെർമിഷൻ കൊടുക്കുന്നവർക്ക് കൊടുത്തിട്ടായിനി, ചന്ത വെക്കുന്നവന് വെച്ചിട്ടായിനി. പുഗ്ഗ എന്താ പറയാ, പുഗ്ഗ എന്താ പുഗ്ഗ ബളൂൺ ഇംഗ്ലീഷ് അല്ലേ? ഇവിടെ ഇംഗ്ലീഷാ? ഇന്ത്യ അല്ലേ പുഗ്ഗ? ആ പുഗ്ഗ ഞാൻ മേടിച്ചു. ആ പുഗ്ഗ വിൽക്കുന്നവർ വിറ്റിട്ടായി, അത് മേങ്ങിയവർ മേങ്ങിയിട്ടായി, പൊട്ടുന്നത് പൊട്ടിയിട്ടും പോയി. ഇനി പിന്നെ ഞാനൂടെ അതിന്റെ മസാലയിൽ നിന്ന് നീ മരിച്ചു കിടവന്റെ ജാതകം നോക്കണം. കൊണ്ടിന് മൂടി എങ്ങയില്ല, തീർന്നില്ലേ? ഇനി ജാതകം നോക്കിയിട്ട് എന്താക്കുന്നത്? അർക്കാൻ കൊണ്ടോ അട്ട തല പോയാണ്. അത്ര വലിയ പിരിച്ചൊന്നോ കൊണ്ടായില്ലെങ്കിൽ അതിന് തീർന്നില്ലേ? ഇനി ഇപ്പൊ ഇങ്ങനെ പൂഞ്ഞിട്ട് നീ എന്റെ കാറിലല്ലേ നിനക്ക് ഞാൻ പുല്ലി തന്നിട്ട് എനിക്ക് വെടിഞ്ഞിട്ടില്ലേ, നീ കൊണ്ടോ നടക്ക്. പിന്നെ ഇപ്പൊ മസാല കേക്കട്ടല്ലോ, മുന്നേ കേക്ക്. അപ്പൊ അല്ല ഉസ്താദന്മാരോട് കേൾക്കണായിരുന്നു. ഞാൻ ചന്തക്കെതിരല്ല, പക്ഷേ ഉറൂസിന്റെ പേരും പറഞ്ഞിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും സങ്കരയിനം അവിടെ നടക്കുന്നെങ്കിൽ മഹാതെറ്റാണത്, മഹാതെറ്റാണത്. അതിനെ ആരെല്ലാം അനുമതി കൊടുത്തുവോ, പെർമിഷൻ കൊടുത്തുവോ, അവരെല്ലാം ഉത്തരവാദികളാണ്. ആരെല്ലാമോ അവരെല്ലാം ഉത്തരവാദികളാണ്. ഉസ്താദെ അത് ഞങ്ങൾക്ക് കൺട്രോൾ ആക്കോയോ? അത് ഞങ്ങളെ കയ്യിലുള്ളതാ ഉസ്താദെ. കിട്ടുമ്പോ മേങ്ങുന്നത് ഞങ്ങളെ കയ്യിലുള്ളതാ. അതുണ്ടെങ്കിൽ എല്ലാം കൺട്രോൾ ആക്കാം. എന്തേ ശരിക്കും എന്തേ എന്തേ ആജാ കൊടുത്ത വിഷയമല്ല, കൊടുത്തത് നോക്കും കുറച്ച്. 2 വർഷം വിളിച്ചില്ലെങ്കിൽ ഹൗസറിൽ നമ്പർ ഡിലീറ്റ് ആക്കാല്ലെങ്കിൽ തീർന്നു. മുസ്തഫായ റസൂലുള്ളാഹി, ഞാൻ ഇത് വെറുതെ പറയല്ല, മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി ലോകത്തോട് പറഞ്ഞു, വളരെ കൃത്യമായി പറഞ്ഞു, യൂഷിക്കുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽഅക്ലതു ഇലാ ഖസഅതിഹാ. ഭക്ഷണത്തളികയിലേക്ക്, ചോറിന്റെ പാത്രത്തിലേക്ക്, ചോറുള്ള കഞ്ഞുള്ള പ്ലേറ്റിലേക്ക് നല്ല വിശപ്പുള്ളവർ എങ്ങനെ പാഞ്ഞു വന്നിട്ട് കൈയിടുമോ? നല്ലോണം പൈച്ച മനുഷ്യന്മാർ
പൈച്ചിട്ടങ്ങ് കരള് കത്തിയ മനുഷ്യന്മാർ, വിശന്നിട്ടങ്ങ് എരിപൊരി കൊള്ളുന്ന ആൾമാർ, അവർ നല്ലോണം പൈച്ചിട്ട് ഇങ്ങനെ എന്ത് കിട്ടുമെന്ന് കാത്തിരിക്കുന്ന നേരം, ആ സമയത്താണ് ഒരു തളിക നല്ല ഫുഡ് അവരെ മുമ്പിൽ വെക്കുന്നതെങ്കിൽ അവർ ഏത് രീതിയിൽ പോയിട്ട് കൈയിടുമോ ആ പ്ലേറ്റിലേക്ക്, അതുപോലെ എല്ലാവരും നിങ്ങളെ മേലെ കൈയിടുന്ന ഒരു കാലം വരും. എല്ലാവരും, എല്ലാ ജാതിയും, എല്ലാ മതക്കാരും, എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാ നേതാക്കളും, എല്ലാ നാട്ടുകാരും ഈ സമുദായത്തെ മുസ്ലിമീങ്ങളെ മാത്രം ടാർഗറ്റ് ആക്കുന്ന ഒരു കാലം ലോകത്ത് വരും കേട്ടോ. ഇന്ന് നോക്കൂ നിങ്ങൾ, ലോകത്തിന്റെ കണ്ണിലെ കരടാണ് മുസ്ലിമീങ്ങള്. മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തിട്ടാ? മുസ്ലിമീങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തവോ? ഇപ്പൊ കാണുന്നില്ലേ ഞങ്ങളെ ജില്ലയിൽ തന്നെ സുബ്ഹാനല്ലാഹ്, സ്കാർപ്പിന്റെ വിവാദമാണ്, ഹിജാബിന്റെ വിവാദമാണ്. ഞാനത് പിന്നെയും എരുതിയിൽ എണ്ണ ഒഴിക്കുകയല്ല, അതിന്റെ ആവശ്യമില്ല. വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയപ്പെടുന്ന, വിദ്യാസമ്പന്നനാണ് എന്ന് പറയപ്പെടുന്ന, വിദ്യ കൊണ്ട് സംസ്കാരം നേടി എന്ന് പറയപ്പെടുന്ന, ഒരുപാട് വിദ്യ ഉള്ളത് കൊണ്ട് കണക്കിലേറെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് പ്രിൻസിപ്പാളായി എന്ന് പറയപ്പെടുന്ന ചങ്ങായിയാണ് പാവപ്പെട്ട പെണ്ണുകിടാക്കളെ പഠിപ്പ് മുടക്കിയിട്ട് ഗേറ്റ് ബന്ധാക്കിയത്. ലോകത്തിന്റെ പോക്ക് കണ്ടോ? ആ കുഞ്ഞുങ്ങൾ ചെയ്ത തെറ്റെന്താ? അവർ ഹിജാബ് ധരിച്ചോ? ഹിജാബ് ധരിച്ചോ എന്ന് പറഞ്ഞെങ്കിൽ കോളേജിന്റെ ഗേറ്റ് പൊളിച്ചോ എന്നല്ല, CC ക്യാമറ തകർത്തു എന്നല്ല, അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ മണ്ടക്ക് കൊടുത്തു എന്നല്ല. അവരെ തലയിലെ തട്ടം അവർ എടുത്തില്ല. അതവരെ വേഷമാണ്, അവരെ മൗലിക അവകാശമാണ്, അത് അവരുടെ ധാർമ്മിക ആചരണയുടെ ഭാഗമാണ്. അത് അവർ സ്വന്തം ചെയ്തതാണ്. മറ്റുള്ളവർ ചെയ്യണമെന്നോ ഞങ്ങളെ പോലെ ഇട്ടിട്ട് വരണമെന്നോ അവർ ആരും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. നിങ്ങൾ കേട്ടങ്ങനെ എവിടെങ്കിലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തല്ലിയതോ കൊന്നതോ നിങ്ങൾ കേട്ടണ ലോകത്ത്? കേട്ടണ? ഇല്ല. പരിശുദ്ധനായ റബ്ബിന്റെ പേര് പറഞ്ഞിട്ട് ഒരാളെയും ഇതുവരെ തല്ലിയിട്ടില്ല. ഇല്ല, ഈ സമുദായം ഒന്നും ചെയ്തിട്ടില്ല. മഹാനായ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രി, ലോകം കണ്ട പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും വലിയ ഗ്ലാമറുള്ള പ്രധാനമന്ത്രി എന്ന് റിക്കാർഡ് പുസ്തകത്തിൽ എഴുതപ്പെട്ട രാജീവ് ഗാന്ധിനെ കൊന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളില്ല. ഉണ്ടോ? തമിഴ്നാടിന്റെ, നിങ്ങൾ എന്നെ നോക്കുന്നില്ലേ? തമിഴ്നാടിന്റെ ശ്രീ പെരമ്പതൂരിൽ മഹാനായ രാജീവ് ഗാന്ധി, ഞാൻ രാഷ്ട്രീയം ചെന്നതല്ല, ഈ സമുദായത്തെ എല്ലാവരും പൊട്ടാക്കുന്നു, ഈ സമുദായത്തെ എല്ലാവരും ദൂറുന്നു, ഈ സമുദായത്തെ കുറ്റപ്പെടുത്തുന്നു, ആക്രമിക്കുന്നു. ഇന്ന് കണ്ടില്ലേ മന്ത്രിയാണെന്ന് പറയുന്നവൻ, മന്ത്രിക്ക് പോലും നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്നവൻ ഇന്ന് മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാ ഹിജാബ് ധരിച്ചിട്ട് വരാൻ. അത് മദ്രസയല്ല, അത് കോളേജാണ്, സ്കൂളാണ്. അപ്പൊ പിന്നെ ശാരദ പൂജയാക്കാൻ അത് ഓന്റെ അമ്മന്റെ വീടാണോ? അല്ലാതെ അമ്പലത്തിന്റെ ഗർഭകുടിയാണോ? അല്ലല്ലോ. ഞങ്ങൾ പറയുന്നു നിങ്ങൾ ശാരദ പൂജ തടയണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഗണപതി ഹോമം തടയണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഗുദ്ദലി പൂജ നിർത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങത് പറയുന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളെ ആചാരം എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും നടത്തിക്കോ, ഞങ്ങളതിൽ കൈയിടുന്നില്ല. എന്നാലും ഞങ്ങളെ പാവപ്പെട്ട പെണ്ണുമക്കള് എന്ത് പഠിച്ചോ? അവരെന്തിന് വിദ്യാഭ്യാസത്തിൽ നിന്നിട്ട് മുടക്കാടാ? കാലങ്ങളേറെ അതേ കോളേജിൽ വന്നിട്ട് പഠിച്ചവരല്ലേ ഹിജാബ് ധരിച്ചിട്ട് ഒരു ഉറുമ്പിനെ പോലും അവർ നോവിച്ചില്ലല്ലോ, ഒരാളെ പോലും അവർ വേദനിപ്പിച്ചില്ലല്ലോ, ഒരു ഉറുപ്പിക പോലും പീസ് തരാതിരുന്നിട്ടില്ലല്ലോ, 1 മണിക്കൂർ പോലും അവർ ഗറാവ് വിളിച്ചിട്ടില്ലല്ലോ. ഇന്നതാ ഹിജാബിന്റെ മറവിൽ അവരുടെ പഠനം മുടക്കുകയാണ്. എന്തൊരു ക്രൂരതയാണ് ഈ സമുദായത്തെ ക്രമിക്കുന്ന കോലം കണ്ട. ബാംഗ്ലൂരിലാണെന്ന് തോന്നുന്നു, റെയിൽവേ സ്റ്റേഷനിലെ പള്ളി ഉണ്ടായിരുന്നു, പള്ളി പൂട്ടി. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് റെയിൽവേ. ഇപ്പോൾ അങ്ങനെ അല്ല, അതിനെയും പിറ്റന അല്ല, ഇനി വിൽക്കാനുള്ള 3 മാത്രം, ബട്ടട്ടയും മത്തിയും റെയിലും ചെന്ന കേട്ടിന്, ബാക്കി എല്ലാം പോയി. അതുണ്ടല്ലേ ആർക്കറിയില്ല. ഇപ്പം നമുക്കിനി അതിൻ്റെ ഡിഗ്രി എടുക്കേണ്ടി വരും കുറച്ച്, കാരണം അതും പഠിക്കണം. ഇപ്പോൾ
പോട്ടു എന്തായി? അവിടെ പള്ളിയുണ്ടെന്ന് മാത്രമല്ല, അവിടെ അമ്പലമുണ്ട്. നല്ലവരായ ഭക്തന്മാരായ ആരാധിക്കുന്നവരായ മതബോധമുള്ളവരായ ഹൈന്ദവനെ ആരാധിക്കാൻ അവിടെ ചെറിയ ഗർഭകുടിയുണ്ട്. ക്രൈസ്തവനായ നല്ലവനായ ആരാധിക്കുന്നവനായ മതബോധമുള്ള ക്രൈസ്തവനായ മനുഷ്യനെ ആരാധിക്കാൻ അവന്റെ ക്രിസ്തീയമായ ആ ചർച്ചും അവിടെയുണ്ട്. അതാർക്കും പ്രശ്നമില്ല, അതാർക്കും കണ്ണിൽ കൊണ്ടിട്ടുമില്ല. അവിടെ അതിന്റെ ആചാരം മുറ പോലെ നടക്കുന്നുണ്ട്. ഈ ടൈം വരെ അത് ഓപ്പണുമാണ്. എന്നാൽ അതിന്റെ തൊട്ടിപ്പുറത്ത് പള്ളിയില് പാവപ്പെട്ട മുസ്ലിമീങ്ങൾ 5 നേരം നിസ്കാരം അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കാണുമ്പോ പലർക്കും കണ്ണില് കത്തി ജിഹാദായിട്ട് കണ്ടോ, വർഗീയമായിട്ട് അവർ പ്രചരിപ്പിച്ചു. അത് പൊളിക്കാൻ അവർ മുറവിളി കൂട്ടി. ഇപ്പൊ പറയുന്നു അത് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ പള്ളിയായിട്ടുണ്ടായിരുന്ന ഭാഗം ക്ലോസ് ചെയ്തോ, ബന്ദ് ചെയ്തോ. എന്തൊരു അക്രമം! എന്നാ പിന്നെ അപ്പുറത്തുള്ളത് എന്തേ ബന്ദ് ചെയ്യാഞ്ഞ്? അതെന്തേ ബന്ദ് ചെയ്യാഞ്ഞ്? ബന്ദ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, ചോദിക്കുകയാണ്. ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ 5 നേരം കാല് കഴുകിയിട്ട് സുജൂദിട്ടതാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായത്? എന്തേ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ബോംബ് കണ്ടോ? ഇല്ലല്ലോ. അവിടെ നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് അതിനെ ബന്ദ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല, മുസ്തഫ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവസാനം ഒരു നാൾ വരും, ഒരു കാലം വരും, അന്ന് എല്ലാവർക്കും ടാർഗറ്റ് ഈ സമുദായമാണ്. ഈ സമുദായമാണെങ്കിലോ ഒന്നും ചെയ്തിട്ടില്ല, ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല. ഇല്ല, വേണമെങ്കിൽ മറ്റുള്ളവരെ നല്ലോണം കൈയും മയ്യും മറന്നിട്ട് സഹായിച്ചവരാണ്. കൊറോണ പിടിപെട്ട് ഇവിടെ പലരും ചത്തൊടുങ്ങിയപ്പോ, മൃതിയടഞ്ഞപ്പോ ഒന്ന് കൊണ്ടുപോയിട്ട് മണ്ണിൽ മൂടാൻ ആൾമാറില്ലാതെ ശവം അവിടെ പുഴുവരിക്കുന്ന നേരത്ത് ധൈര്യസമേതം മുന്നിൽ വന്നിട്ട് ആ ശവത്തെ കൊണ്ടുപോയി പൂത്തതും കത്തിച്ചതും ഇവിടെയുള്ള മുസ്ലിമീങ്ങളാണ്. മറ്റുള്ളവർ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഒരുപടി മുന്നില് ഒന്ന് ഏറെ ചെയ്തത് മുസ്ലിമീങ്ങളാ. മുസ്ലിമീങ്ങള് ഗുണമല്ലാതെ ഗുണക്കേട് ചെയ്തിട്ടില്ല. എന്തിനീ സമുദായത്തെ വേദനിപ്പിക്കുന്നു? എന്ത് ചെയ്തു? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലോകാവസാനത്തിന്റെ അടയാളമാണ്. എല്ലാവരും ഈ സമുദായത്തെ ആക്രമിക്കും. എല്ലാവരും. ഒരു ചങ്ങായി മൈക്കന്റെ എതിരിൽ പച്ചക്ക് ചെല്ലിയ കണ്ട പുളുപ്പുല അവിടെ ഹിജാബ് ഇട്ടിട്ട് വരൂന്. അത് മദ്രസല്ല, അത് കോളേജ്. ഹിജാബ് ഇട്ടിട്ട് പോയ സത്തിന് മദ്രസായ, ഹിജാബ് ഇട്ടിട്ട് ബസ് സ്റ്റാൻഡിൽ എത്ര ആളുണ്ട് പെണ്ണുങ്ങ നമ്മളത്, അപ്പൊ അത് മദ്രസ തന്നെ. ഓനെ മന്ത്രിയാക്കിയ നിങ്ങളെ സമ്മതിക്കണം. സമ്മതിക്കണം നിങ്ങളെ. ബുദ്ധിവന്തറ ജില്ല ഇപ്പോഴും അങ്ങനല്ലേ? സ്പെല്ലിങ് തപ്പിറ്റൊന്നും ഇല്ലല്ലേ? ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. നെക്സ്റ്റത്തെ ഇലക്ഷനിൽ എന്താന്ന് നോക്കാം. അള്ളാഹു ഞങ്ങളെ നാടിനെ കാക്കട്ടെ. ഞങ്ങളെ നാടിന്റെ നല്ലവരായ ഹൈന്ദവരെയും ക്രൈസ്തവരെയും സകല മതവിശ്വാസികളെയും ഈ പരിശുദ്ധ ഭാരത മണ്ണിനെയും ഇവിടെയുള്ള നല്ലവരായ എല്ലാ ജനങ്ങളെയും അള്ളാഹു കാക്കട്ടെ. ഈ നാടിന്റെ സൗഹാർദ്ദം ഐക്യം അള്ളാഹു നിലനിർത്തി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ റസൂലുള്ളാഹി. നോക്കൂ നിങ്ങള്, മ്യാൻമാറിലെ എത്രയോ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളെ നിഷ്ഠൂരം കൊന്നുകളഞ്ഞു. മ്യാൻമാറില് കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴും അവിടെ പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രമാണ്. മ്യാൻമാറില് എത്രയോ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി. ഭീകരമായ നിലക്ക് അറുകൊല ചെയ്ത, ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടവർ പലരും കടലിൽ മുങ്ങി മരിച്ച. ആരറിയുമോ കൊന്നത്? സുബ്ഹാനല്ലാഹ്, പാവങ്ങളിൽ പാവങ്ങളാണെന്ന് പറയപ്പെട്ട ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവരാണെന്ന് ഞങ്ങളൊക്കെ ചരിത്രത്തിന്റെ പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള ബുദ്ധമതക്കാരാണ്, ബുദ്ധഭിക്ഷുക്കളാണ്. അവിടെയും വലിയ കൊലയാളികളായി
മുസ്ലിമീങ്ങൾക്കെതിരെ ആക്രമികാരികളായി അവിടെ വന്നതാ പാവപ്പെട്ടവരാണ്. പാവപ്പെട്ടവരെന്ന് പറഞ്ഞിരുന്ന ജനങ്ങളാണ്, ബുദ്ധന്മാരാണ്. ലോകത്തിന്റെ മുക്കുമൂലകളിലെല്ലാം ഒരു കൂട്ടരെ അല്ല മറ്റൊരു കൂട്ടരെ കൊണ്ടെങ്കിലും മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുന്നു. മുസ്ലിമീങ്ങൾ എല്ലായിടത്തും പിന്നെ തഴയപ്പെടുന്നു. അധികാരവർഗങ്ങളെ കൊണ്ട്, ജുഡീഷ്യറിയിൽ നിന്ന്, മേലാധികാരികളിൽ നിന്ന്, ഭരണാധികാരികളിൽ നിന്ന്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും മുസ്ലിമീങ്ങളെ ഒഴിവാക്കപ്പെടുകയാണ്. അല്ലേ? ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നല്ല അർഹ ഒരു വിദ്യാർത്ഥി ഒരു അപേക്ഷ കൊടുല്ല, അതൊന്ന് പാസ്സായിട്ട് കിട്ടും. കുറെ പണിയുണ്ടോ കിട്ടല ബണ്ണീന് അതിനെ കാത്തോട്ട് ഇവിടെ വേറെ പട്ടിണിയുണ്ട്, വേറെ പണിക്കും പോയിറ് അതിന് കിട്ടല. അതേ ടൈമില് ഒരു 4 നാൾക്ക് മുന്നത്തെ പത്രം നിങ്ങൾ വായിച്ചിട്ട് റാങ്ക് എടുക്കാതെ തന്നെ ഫസ്റ്റ് റാങ്ക് പരീക്ഷയ്ക്ക് പോയിട്ടില്ല, ഫസ്റ്റ് റാങ്ക് ഗവൺമെന്റ് പിടിച്ച ആളെ അവൻ പിറ്റെന്താ ചെയ്യില്ലേ മാപ്പിന്റെ ഇടയിൽ കുറെ കോപ്പും കൊണ്ട് പോയിട്ട് അതിനൂടെ എങ്ങനുണ്ട്? അർഹിക്കുന്നത് സമുദായത്തിന് തടയപ്പെടുന്നു, എല്ലാവരാലും തടയപ്പെടുന്നു, സർവരാലും ആക്രമിക്കപ്പെടുന്നു. വിശന്ന എല്ലാവരും അതാ ഭക്ഷണ തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ, കൈ നീട്ടാൻ വേണ്ടി പാഞ്ഞു വരുന്നത് പോലെ, ആർത്തിയോടെ ചാടിയെടുക്കുന്നത് പോലെ എന്റെ സമുദായത്തെ ഈ ഉമ്മത്തീങ്ങളെ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ എല്ലാവരും ഒന്നാകും കേട്ടോ. ആഗോളാടിസ്ഥാനത്തിൽ ഒന്നാകും കേട്ടോ. അങ്ങനെയുള്ളൊരു കാലം ലോകത്ത് വരാനുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. ഇത് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, വന്നാര നബിയേ വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ യാ റസൂലല്ലാഹ്. എന്താ നബിയേ, എല്ലാരും ഞങ്ങൾ എന്നെ നോട്ടാക്കുന്ന നബിയേ, ഞങ്ങൾക്ക് എന്താ എല്ലാരും ഞങ്ങളെ പേടിപ്പിക്കുന്ന നബിയേ, എല്ലാരും ഞങ്ങളെന്താ ബുദ്ധിമുട്ടാക്കുന്ന നബിയേ, എല്ലാരും ഞങ്ങളെന്തേ കൊല്ലുന്ന നബിയേ. അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ യാ റസൂലല്ലാഹ്. ഞങ്ങളന്ന് കുറഞ്ഞ ജനങ്ങളാണോ? ഞങ്ങളന്ന് കുറഞ്ഞ മനുഷ്യന്മാരാണോ? പെണ്ണുങ്ങളെ ഭാഗത്തേക്കാ? ഹലോ പെണ്ണുങ്ങളെ ഭാഗത്തേക്കാ? എന്താ വിഷയം ഒക്കെ പിന്നെ മുണ്ടിയും മതി, ഞാൻ ചൊല്ലിക്കൊള്ളാം. അല്ലെങ്കിൽ അപ്പുറം വിളിച്ചിട്ട് മുണ്ടോ? എല്ലാവരും നിന്നെയും ആ ബട്ടനെയും നോക്കുന്നു, എന്നെ നോക്കുന്നില്ല. ഒരാൾ അപ്പുറം പോയിട്ട് വരും, സംഘാടകരാകുമ്പോൾ അവർക്ക് വിഷയമാക്കേണ്ടി വരുന്നു. നേരല്ലേ, തെറ്റില്ല. എന്തായി ഇടക്കെത്തി? അതാണ് ഒരു ബട്ടന്റെ ഷെറ്. ആ ബട്ടനല്ലേ നിങ്ങൾ അമീർ അങ്ങ് മടക്കിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് നീലൽ കരീബിയാവൂല. ഇതിൻ്റെ ഇടയിൽ സംഘാടകരാകുമ്പോൾ അവർക്ക് അപ്പുറം ഒരു ഡിസ്കസ്, ഒരു ബാത്ത്, ഒരു ചർച്ച. അത് ആവശ്യം തന്നെയാണ്, വേണ്ടെന്നൊന്നും ഞാൻ ചൊല്ലില്ല. അപ്പുറം എണീക്കനി ബാഡ്ജ് കുത്തിയോറി ഇരുന്നിട്ട് തന്നെ ബാക്കിയായെങ്കിൽ ഇത് പണിയാവാല. അവർക്ക് പണിയുണ്ട്, ഒരുപാട് പണിയുണ്ട്. അവർ നടക്കുക പോലും ചെയ്യാം. പക്ഷെ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ മനുഷ്യന്മാർ ഓരെന്നെ നോക്കുന്നു. മനുഷ്യന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ട്. എന്തറിഞ്ഞാൽ ഈ സമയത്തൊരു ഈച്ച പറയുന്നത്, ഇന്നോളം ഉമ്മ പെറ്റ അന്ന് മുതൽ ഇന്നോളം ഈച്ച കാണാത്ത പോലെ അതിനെന്നെ നോക്കുന്നു. ഈ ആന പോലത്തെ എന്നെ നോക്കുന്ന വിഷയമില്ല. ഇപ്പൊ ഒരു ഈച്ച പാറട്ടില്ല നോക്കുമ്പോ അതിനെ നോക്കുന്നത് എന്നെ നോക്കുന്ന നോക്കി നമ്മൾ സ്വഭാവമാണത്. ഈച്ച വീട് ചങ്ങായി. ഇപ്പൊ ഈച്ച ഇല്ലല്ലേ, പോയല്ലേ. അതാ ഒരു ഓട്ടോറിക്ഷയിലെ പോകുന്ന കാലത്ത് എത്ര മനുഷ്യന്മാർ അങ്ങ് നേത്രം തിരിക്കുന്നു നോക്കി. നിങ്ങൾ ഒരേ നോക്കുമ്പോ ഫസ്റ്റ് റിക്ഷ കാണുന്നേ. ഞമ്മ എപ്പം നേരം വെളുക്കുന്നപ്പോ ഞമ്മ നേരം. അപ്പൊ നിങ്ങൾ എന്നെ നോക്കി കുറച്ചു നേരം ആയി നിർത്താനായി. തങ്ങ ഇപ്പൊ വരും. തങ്ങ വന്ന അപ്പൊ നിർത്തും. വന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് സമയമാകുമ്പോൾ നിർത്താം. കുറച്ചു നേരം ശ്രദ്ധിക്കും. മുസ്തഫ നബിയോട് സഹാബത്ത് ചോദിച്ചു, നബിയെ എല്ലാവരും മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്നു. അമേരിക്കയില്, ഇറാഖില്, ഫലസ്തീനില്, ഇന്ത്യയില്, മ്യാൻമാറില്, ലോകത്തിന്റെ മുക്കുമൂലകളിലെല്ലാം ISIS ഭീകരവാദികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ഭീകരവാദികളില്ലേ, ലോകം കണ്ട ഏറ്റവും ക്രൂരികളായ പിന്നെ ഭീകരവാദികൾ. അവരും കൊന്നൊടുക്കുന്നത് ആരെ? മുസ്ലിങ്ങളെ. എന്റെ ഓനെന്റെ ഇസ്രായേലൊന്നും കാണുന്നില്ലേ? അവിടെ കൊണ്ടിട്ട് ഇടണമെന്ന് ഞങ്ങൾ ചെന്നില്ല. മുസ്ലിമീങ്ങളാണ് സമുദായ സംരക്ഷകർ എന്നാണെങ്കിൽ
ഇതാ സമുദായ സംരക്ഷണം. സത്യത്തിൽ അവരൊന്നും മുസ്ലിമീങ്ങളല്ല. അല്ല, ഇസ്ലാമിൽ തീവ്രവാദേ ഇല്ല, അത് വേറെ വിഷയം. ഇസ്ലാം ഒരിക്കലും തീവ്രവാദം പഠിപ്പിച്ചിട്ടേ ഇല്ല. തീവ്രവാദത്തിന്റെ എന്തെങ്കിലും ഒരു ഭാഗം പരിശുദ്ധമായ ദീനിന്റെ ഒരു ഭാഗത്ത് കടന്നുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് വഹാബിസമാണ്. അത് പറയാതിരിക്കാൻ കഴിയാല. ആരും സോപ്പിട്ടിട്ടൊന്നും കാര്യമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. വലിയവരായ മഹാന്മാരുടെ മക്ബറുകൾ പൊളിക്കുകയും മഹാനായ റമളാൻ ബൂത്തിയെ പോലെയുള്ള ലോകവിശ്രുതരായ പണ്ഡിതന്മാർ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ബോംബിട്ട് കൊല്ലുകയും ചെയ്ത ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ മദീന പള്ളിയുടെ മുകളിലുള്ള പച്ചക്കുമ്പ ഞങ്ങൾ തച്ചുടക്കമെന്ന് പ്രഖ്യാപിച്ച് പറഞ്ഞ വഹാബിസമാണ്. കുറച്ചെങ്കിലും കുറച്ചല്ല, ഭീകരവാദത്തിന്റെ പഞ്ചാതകൾ അവരാ. നമ്മ ഇത് മറ്റുള്ളവർക്ക് ഇപ്പൊ എഴുതാൻ വേണ്ടിയിട്ട് മാർക്കിട്ട് കൊടുക്കുന്നതല്ല, നാളെ ക്ലിപ്പ് വരാൻ വേണ്ടിയിട്ട് ആക്കുന്നതല്ല, അതിന് ക്ലിപ്പ് ആക്കുകയും വേണ്ടത്. സംഗതി യാഥാർത്ഥ്യം അങ്ങനെയാണ്. ഇസ്ലാം തീവ്രവാദം പഠിപ്പിക്കുന്നില്ല. ഒരു മതവും തീവ്രവാദവും ഭീകരവാദവും പഠിപ്പിക്കുന്നില്ല കൂട്ടരെ, ഇല്ല. ഇസ്ലാം എന്തായാലും പഠിപ്പിക്കുന്നില്ല. മറ്റുള്ളവരെയും കൂടി സഹായിക്കണമെന്ന്, അവരോട് അനുഭൂതി വേണമെന്ന്, അവരെയും നല്ലോണം സഹായിക്കണം, സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ എവിടെയാ തീവ്രവാദം? സഹാബികൾ ചോദിച്ചു, നബിയേ, എല്ലാവരും മുസ്ലിമീങ്ങൾ ആക്രമിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ കുറഞ്ഞവരായത് കൊണ്ടാണോ? ആണോ? ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞത്, അല്ലാ ബൽ അൻതും യൗമൈദിൻ കസീർ. അന്ന് നിങ്ങൾ ന്യൂനപക്ഷമല്ല, അന്ന് നിങ്ങൾ ബഹുമതമുള്ളവരാണ്, അന്ന് നിങ്ങൾ വളരെ ധാരാളം ജനസംഖ്യ ഉള്ളവരാണ്. ജനഗണതി അനുസരിച്ച് നിങ്ങൾ നല്ലോണം ആൾമാറുണ്ടോ? ഇഷ്ടം പോലെ നിങ്ങൾ ആളുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ നാടുണ്ടോ? രാജ്യങ്ങളുണ്ടോ? ഇഷ്ടം പോലെ പെട്രോളിന്റെ പൈസ ഉണ്ടോ? ഗൾഫിന്റെ പൈസ ഉണ്ടോ? ഇഷ്ടം പോലെ പള്ളിയുണ്ടോ? ഇഷ്ടം പോലെ എല്ലാം ഉണ്ടോ? മനുഷ്യന്മാരുണ്ടോ? എല്ലാം ഉണ്ടോ? നിങ്ങൾ ആൾക്കാരെ കുറഞ്ഞത് കൊണ്ടൊന്നും നിങ്ങൾ ആക്രമിക്കുന്നതല്ല. പിന്നെയോ വലാകിന്നകും നിങ്ങളതാ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകുന്ന ചണ്ടികളെ പോലെ, ചവറുകളെ പോലെ, വേസ്റ്റ് പ്ലാസ്റ്റിക് കടലാസുകളെ പോലെ നിങ്ങൾ ഒഴുക്കിനൊത്തിട്ട് നീങ്ങുകയാണ്. പടിഞ്ഞാറൻ ശൈലി സ്വീകരിക്കുകയാണ്. അധാർമികതയുടെ പിന്നില് പോവുകയാണ്. അള്ളാനെ മറക്കുകയാണ്. പള്ളിയെ മറക്കുകയാണ്. ദീനിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ മറക്കുകയാണ്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു വിഷയം കൂടി പറയട്ടെ. സ്കൂളിന്റെ അവിടെ പോകാൻ വേണ്ടി ഹിജാബ് ഇട്ട പെണ്ണ് അവൾ നിർബന്ധം പിടിക്കുന്നു. ശരി തന്നെയാണ്, അവൾ അവകാശമാണ്, അത് അവളെ ധാർമ്മിക അംഗത്തിന്റെ ഭാഗമാണ്, അത് തെറ്റല്ല, അത് ശരി തന്നെയാണ്. ഞാൻ പിന്നൊരു കൂട്ടം പെണ്ണുകിടാക്കളോട് ചോദിക്കട്ടെ, അതേ ഹിജാബ് നാളെ ബാക്കിയുള്ള സമയത്ത് നടന്നുകൊണ്ടോ നിന്റെ തലയിൽ കാണോ? സമജ് മേ നഹീ ആയാ? തിരിഞ്ഞിട്ടേ അല്ല, ഈ ഹിജാബ് ഇപ്പൊ അവിടെ മാത്രം ആക്കി മതിയാവല്ല. അത് ധാർമ്മിക ആചരണന്റെ ഭാഗമാണെങ്കിൽ എപ്പോഴും പോണം. മംഗളത്തിന് നമുക്ക് ബുർക്കൻ ഇട്ടിട്ടില്ല, ഇഞ്ഞ എല്ലോണം ചാറിനെങ്കിൽ മൂട് കല്ലിൻ്റെ ഉള്ളൊക്കെ കെട്ടി. അത്ര വയസ്സായി എന്നിട്ട് ഈ ഉമ്മ ബുർക്കിടാണ്ടേ പോയിന്. എന്ത് അപ്പൊ ഹിജാബ് അവിടെ മാത്രല്ല, ഹിജാബ് എല്ലായിടത്തും ഹിജാബാണ്. ഔറത്ത് അൽമർഅതു കുല്ലുഹാ ഔറാ, അൽമർഅതു കുല്ലുഹാ ഔറാ. പെണ്ണ് മുഴുവനും സ്വകാര്യ സ്വത്താണ്, മറക്കപ്പെടേണ്ടവളാണ്. അവള് മുഴുവനും ഔറത്താണ്. നല്ലോണം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യപ്പെടേണ്ടവളാണ്. ഇരിക്കട്ടെ, മുസ്തഫായ നബി തങ്ങളോട് സഹാബികൾ ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുറഞ്ഞ ആൾക്കാർ കുറഞ്ഞത് കൊണ്ടല്ല അന്ന് നിങ്ങൾ ആക്രമണം ഏൽക്കേണ്ടി വരുന്നത്. എല്ലാവരും നിങ്ങൾ ആക്രമിക്കുന്നത്, ഉപദ്രവിക്കുന്നത്, നിങ്ങളെ കല്ലെടുത്തെറിയുന്നത്, നിങ്ങളെ കൊല്ലുന്നത്, ജയ് ശ്രീറാം വിളിച്ചിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നത്, ബോളോ ഭാരത് മാതാക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നത്, നിങ്ങളെ പള്ളി അടപ്പിക്കുന്നത്, നിങ്ങളെ ഹിജാബ് തടയുന്നത്, നിങ്ങളെ കോളേജ് ആവരണത്തിന്റെ പുറത്താക്കുന്നത്, ജൂതന്മാരാൽ നിങ്ങളെ അറുകൽ ചെയ്യപ്പെടുന്നത്, ഇറാഖിന്റെ മണ്ണിലും മറ്റുമെല്ലാം ബോംബ് വർഷിച്ച് ഞങ്ങളെ കൊല്ലപ്പെടുന്നത് മുഴുവനും
അതിന്റെ കാരണം നിങ്ങൾ തന്നെയാണ്. എന്താണത്? കുറഞ്ഞതല്ല, നിങ്ങൾ മനുഷ്യന്മാർ കുറഞ്ഞതല്ല, നിങ്ങളതാ മലവെള്ളപ്പാച്ചിലുള്ള ചണ്ടികളെ പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ സംസ്കാരമില്ല, ധാർമ്മികതയില്ല, ഇസ്ലാമിന്റെ ആചാര അനുഷ്ഠാനങ്ങളില്ല, ഈമാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള ഫുട്ബോളായിട്ട് മാറി. ഇതിൻ്റെ ഉള്ളിലെ കാറ്റുമില്ല, കനവുമില്ല. അതിൻ്റെ ഉള്ളിലെ കാറ്റും കനവും മുണവും മണവും എല്ലാമാണ് ഈമാൻ, ഇസ്ലാം, ആചാരം, അനുഷ്ഠാനം, സംസ്കാരം. ഇതൊന്നും അതിലില്ല. അതുകൊണ്ട് തന്നെ മുസ്തഫ നബി തങ്ങൾ പറയുന്നു, നിങ്ങളോടുള്ള ഒരു ഗൗരവ, ഒരു ഗണത്തെ, നിങ്ങളോടുള്ള ഒരു പേടി, ഒരു റെസ്പെക്ട് അവരുടെ കൽബിൽ നിന്നിട്ട് അല്ലാഹു എടുത്തു കളയും. ഇസ്ലാമിന്റെ പടി വിട്ടുപോയാൽ, നിങ്ങൾ അല്ലാഹനെ മറന്നുപോയാൽ, അല്ലാഹന്റെ പള്ളി വിട്ടുപോയാൽ, അല്ലാഹന്റെ മഹാന്മാരെ ആദരിക്കാതെ പോയാൽ, ഇസ്ലാമിന്റെ ആചാരം കളഞ്ഞു കുളിച്ചു പോയാൽ, ഇസ്ലാമിന്റെ വേഷഭൂഷണം മറന്നുപോയാൽ, ഇസ്ലാമിന്റെ സംസ്കാരം ഉപേക്ഷിച്ചു പോയാൽ, പിന്നെ നിങ്ങളെ ബഹുമാനിക്കാൻ, നിങ്ങളെ വില വെക്കാൻ ഒരാളും ഉണ്ടാവല. നിങ്ങളോടവർക്ക് മതിപ്പില്ല. പണ്ട് ബാരിയും ജില്ലെങ്കിൽ ഭയങ്കരായി, എല്ലാം കൊണ്ടോ അങ്ങ് നല്ല അല്ലേ പണ്ട് എല്ലാവർക്കും ഒരു ബഹുമാനം, ഒരു റെസ്പെക്ട്, ഒരു ഇതും. പള്ളി മക്കാമെല്ലാം കാണുമ്പോൾ 3 കിലോമീറ്റർ അപ്പുറം തന്നെ ചെരുപ്പെല്ലാം ഊരിയിട്ട് വന്നിട്ട് പിടിച്ചിട്ട് പോയാര്. ഇന്നും ചെരുപ്പ് ഊരുന്നില്ല, എന്തും ഊരുന്നില്ല. എന്താ കാരണം? ഞങ്ങളെ ഊരിയിട്ടില്ല. തിരിഞ്ഞിട്ട ഓർക്ക് തിരിഞ്ഞിന്, നിങ്ങക്ക് തിരിഞ്ഞിട്ട. ഞങ്ങളിലെ ഈമാനും ഇസ്ലാമില്ല. ഞങ്ങ വേലിന്റെ അടക്ക് വരുമ്പോ തൊപ്പി കാണുന്നില്ലേ? എന്ത് ഇപ്പൊ കാണുമ്പോ വിചാരിക്കണോ ഔലിയാക്കളെ കുഞ്ഞന്നെ. എല്ലാരും എല്ലാ കൊല്ലൊന്ന് വേല് ബദലായിക്കോളി. എന്തേ ഇങ്ങോട്ട് വന്നല്ലേ? ഞമ്മ അള്ളാനെ മറന്നപ്പോ ഞങ്ങളെല്ലാവരും മറന്നു. ഞങ്ങളോടുള്ള പേടി, ഞങ്ങളോടുള്ള ബഹുമാനം, ഞങ്ങളോടുള്ള റെസ്പെക്ട്, ഞങ്ങളോടുള്ള ഒരു മഹബത്ത്, ഞങ്ങളോടുണ്ടായ ഒരു ഹൈബത്ത് അല്ലാഹു തആല അവരെ കൽബിൽ നിന്ന് എടുത്തു കളഞ്ഞു. അതേ സമയത്ത് ഞങ്ങൾ അള്ളാന്റെ ആളായെങ്കിലോ, ഞങ്ങൾ അള്ളാനെ പേടിച്ചിനെങ്കിലോ, മൻ ഖാഫല്ലാഹ മൻ ഖാഫല്ലാഹ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അവരെ എല്ലാവരും പേടിക്കും കേട്ടോ. അള്ളാനെ പേടിച്ചവരാണെങ്കിൽ, അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ, മുത്തുനബി തങ്ങളെ സുന്നത്ത് അനുധാവനം ചെയ്യുന്നവരാണെങ്കിൽ, മഹാന്മാരെ പാത പിന്തുടരുന്നവരാണെങ്കിൽ, ജീവിത നടപടികളിലെല്ലാം ഇസ്ലാമിയത്തുള്ളവരാണെങ്കിൽ, വേഷഭൂഷണങ്ങളിലും സംസ്കാരങ്ങളിലും സംസാരങ്ങളിലും എല്ലാത്തിലും അള്ളാന്റെ പേടിയുള്ളവരാണെങ്കിൽ, ഖഫഹു കുല്ലു ശൈ. അവനെ എല്ലാവരും പേടിക്കും കേട്ടോ. നിങ്ങൾ അള്ളാന്റെ പേടി വിട്ടപ്പോ, ഈമാന് വിട്ടപ്പോ, ഇസ്ലാം വിട്ടപ്പോ, ഞങ്ങൾ ജാഥ വിളിക്കുപോയി അല്ലേ? NRCയെ കൊണ്ടുവന്നിട്ട് എവിടെ കൊണ്ടുവന്ന് നമ്മളെ എടകയില് ബർമത്തേക്ക. പാകിസ്ഥാനിലൊക്കെ അല്ല, അതും അവിടെ ആളുണ്ട്, പിന്നെ എടുത്തോളൂ, അവരെന്നെ മുന്നത്ത് എടുത്തോളൂ. ഇപ്പൊ ആർക്കും വേണ്ടോ? അങ്ങനെ കൊണ്ടുപോകുമ്പോ ഒരാൾ ഞമ്മല്ല ഇനി ഒന്നായല്ലോ നടക്ക ആണ് പോകുന്ന വിഷയം എന്തല്ല ഇവിടെ. അപ്പൊ ഞമ്മല്ലാരും ജാഥ വിളിച്ച് ഭയങ്കര നമ്മളെ ബാല്യക്കാർ മുന്നേ വേണം വേണ്ടെന്നല്ല, അവരാണ് നമ്മളെ ബെണ്ണളു പോകും. പക്ഷെ ബെണ്ണളുപായ ബാലക്കാർ സിന്ദാബാദ് വിളിക്കാൻ പോയെന്ന് ലുഹുറു സ്കരിച്ചിട്ട് സ്വബൈ സ്കരിച്ചിട്ടോ കൂടെ നിൽക്കുന്നതിനെ കാട്ടിയും പറമ്പത്തൊക്കെ പോകുന്നതല്ലേ അല്ലേ?
മുസ്തഫ നബി തങ്ങൾ പറയാണ്, അള്ളാനെ വിട്ട് ജീവിക്കുമ്പോഴാണ് നീ മറ്റുള്ളവർക്ക് ഇരയാകുന്നത്, നിന്നോടുള്ള ബഹുമാനം മറ്റുള്ളവർക്ക് കുറയുന്നത്, നിന്നെ ആക്രമിക്കാൻ അവർ കച്ചകെട്ടി ഇറങ്ങുന്നത് നീ അള്ളാനെ മറക്കുമ്പോഴാണ്. നീ അള്ളാന്റെ ആളാണോ? വലാ തഹീനു വലാ തഹ്സനു വലാ തഹീനു വലാ തഹ്സനു. പേടിക്കണ്ട, ബേജാറാകണ്ട, സങ്കടപ്പെടണ്ട, കുണ്ഠിതപ്പെടണ്ട, ദുഃഖിക്കണ്ട. വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളെ കരകളഞ്ഞ ഈമാനുള്ളവരാണെങ്കിൽ, എല്ലാം കൊണ്ടും 100% മുസ്ലിമീങ്ങളാണെങ്കിൽ, ആചാരങ്ങളില്, അനുഷ്ഠാനങ്ങളില്, വിശ്വാസങ്ങളില്, സംസാരങ്ങളില്, സംസ്കാരങ്ങളില്, ഇടപെടലുകളില്, ഇടപാടുകളില്, എല്ലാത്തിലും നിങ്ങൾക്ക് ഈമാനുണ്ട്, ഇസ്ലാമുണ്ട് എങ്കിൽ വഅൻതുമുൽ അലൗന, നിങ്ങളാണ് എല്ലാവരെക്കാളും മേലെ. നിങ്ങളെ താഴെ ഇറക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ നാട് കടത്താൻ, അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കാൻ ഒരാൾക്കും കഴിയില്ല. ഹബീബുൽ വറാ റസൂലുള്ളാഹ്, ഹബീബുൽ വറാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നബിയേ, അവർക്കെന്തുകൊണ്ടാ ഇസ്ലാമിന്റെ അള്ളാന്റെ പേടി പോയത്? അവർക്കെന്തുകൊണ്ടാ അള്ളാന്റെ പേടി പോയത്? അവരെന്തേ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള വസ്തുവായത്? ആ സമയത്ത് റസൂലുള്ളാഹി പറയുന്നു, അതേ സഹാബ, വലയഖദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹ്ന, അവരെ കൽബിൽ അല്ലാഹു വഹ്നെന്ന രോഗം ഇട്ടുകൊടുത്തു. നമ്മുടെ കൽബിൽ വഹനെന്ന രോഗമുണ്ട്, എന്റെ കൽബിലുണ്ട്, നിങ്ങളെ കൽബിലുണ്ട് വഹനെന്ന രോഗം. ഇല്ല, നാളെ സ്കാനിങ് ആക്കി കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗം കാണും. എന്തു വഹന്? ഇതേ ചോദ്യം വന്ന് സഹാബത്തും ചോദിച്ചു. ഖാല ഖായിലുൻ വമൽ വഹനു യാ റസൂലല്ലാഹ്, പൊന്നാര നബിയേ, വഹനെന്ന രോഗം പിടിപെട്ടവരാകുമെന്നുള്ള എന്റെ സമുദായം എന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ. എന്താ നബിയേ വഹനെന്ന് പറഞ്ഞാൽ എന്താ? ആ സമയത്ത് റസൂലുള്ളാഹി പറയുകയാണ്, അത് വഹനെന്ന് പറഞ്ഞാൽ ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അതിപ്രസരം, ദുനിയാവിനോടുള്ള വല്ലാത്ത സ്നേഹം. ഹുബ്ബു ദുനിയാ, പൈസാക്കണോ, അത് എങ്ങനെങ്കിലും പൈസാക്കണോ, ഈടെ എങ്ങനെങ്കിലും ജീവിക്കണോ, അടിച്ചു പൊളിച്ച് ലാവിഷായിട്ട് അങ്ങനെ പോവണോ എന്ന് ദുനിയാവിന്റെ പിന്നാലെ കൂടുന്ന ഒരു ഭ്രമം, ദുനിയാവിനോടുള്ള അതിമോഹം, ദുനിയാവിനോടുള്ള പിരിശപ്പാട് ഒന്ന്. രണ്ടാമത് വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പ്. ഇത് രണ്ടുമാണ് നിങ്ങളെ പരാജയത്തിന്റെ പടുകുയിലേക്ക് എത്തിച്ചത്. നിങ്ങളെ മറ്റുള്ളവർ തട്ടിക്കളിക്കാനുള്ള ഫുട്ബോളായി മാറാനുള്ള കാരണം ഈ രണ്ട് കാര്യം നിങ്ങളെ കൽബിന്റെ അകത്തുള്ളത് കൊണ്ടാണ്. ഒന്ന്, ദുനിയാവിനോടുള്ള പ്രേമം, രണ്ട്, മരണത്തിനോടുള്ള വെറുപ്പ്. ഇത് രണ്ടും ഞങ്ങളെ കൽബിന്റെ അകത്തുണ്ടെങ്കിൽ ഞങ്ങളെ എല്ലാവരും കൊത്തിവലിക്കും, സംശയമില്ല. അതേ സമയത്ത് ദുനിയാവിനോട് പ്രേമമില്ല, മരണത്തോട് ഇഷ്ടവുമാണെങ്കിൽ ഞങ്ങളെ കൊത്തിവലിക്കാൻ ആരുമില്ല. ഞങ്ങളെ എല്ലാവർക്കും പേടിയാകട്ടോ.